പിലിക്കോട്ട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ തിരുമുമ്പ് ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്റർ ഉദ്ഘാടനത്തിന് ഒരുങ്ങി. ഫെബ്രുവരി 8 ഞായറാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാർഷിക പഠന കേന്ദ്ര സമുച്ചയം നാടിന് സമർപ്പിക്കും. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയും വിപ്ലവകവിയും ഭക്തകവിയുമായിരുന്ന ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പിന്റെ വീടും ഉൾപ്പെടുത്തിയാണ് കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 2 കോടിയിൽ പരം രൂപ ചെലവഴിച്ചാണ് കവിഭവനം കേന്ദ്രമാക്കിയുള്ള ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഏറെ പാരമ്പര്യമുള്ള തിരുമുമ്പ് ഭവനത്തിൽ താമസം, ബയോ പാർക്കുകൾ, ഏറുമാടം, സംസ്കൃതി പാർക്ക്, എക്സിബിഷൻ ഹാൾ, ഹോർട്ടിക്കൾച്ചർ തെറാപ്പി യൂണിറ്റ്, ഗോശാല, ആട്, താറാവ്, മത്സ്യവളർത്തൽ കേന്ദ്രങ്ങൾ തുടങ്ങിയ നിരവധി ആകർഷണങ്ങൾ ഹെറിറ്റേജ് അഗ്രി ടൂറിസം സെന്ററിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ കാർഷിക സർവകലാശാലയുടെ ഗവേഷണം തെങ്ങ് ഗവേഷണത്തിൽ നിന്നും കൂടുതലായിട്ട് വികസിപ്പിക്കണം ഈ ഏരിയയിൽ എന്നുള്ള ലക്ഷ്യത്തോടുകൂടി 1982 കൂടുതൽ സ്ഥലം അക്വയർ ചെയ്തു. ആ അക്വയർ ചെയ്ത സ്ഥലത്ത് പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ശ്രീ സുബ്രഹ്മണ്യ തിരുമുമ്പിൻ്റെ ഭവനവും സ്ഥലവും ഉൾപ്പെട്ടിരുന്നു. ഈ ഒരു ഭവനം ആസ്പദമാക്കി കേരള കാർഷിക സർവകലാശാലയുടെ ഒരു നൂതന ടൂറിസം പദ്ധതി, അഗ്രി ടൂറിസം പദ്ധതിയാണിത്. ഇതിൻ്റെ വിശാലമായ ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷിയെ, അതായത് കൃഷിയോടൊപ്പം തന്നെ നമ്മൾ വിജ്ഞാനത്തോടൊപ്പം തന്നെ വിനോദവും സമന്വയിപ്പിച്ചുകൊണ്ട്, പുതുമയും പഴമയും സമന്വയിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങളെ, പുതുതലമുറയെ അടക്കം എല്ലാവരെയും കൃഷിയിലേക്ക് ആകർഷിപ്പിക്കുക എന്നുള്ള ഒരു യജ്ഞമാണ് ഇവിടെ. കുട്ടികൾക്കും മുതിർന്നവർക്കും പഠനത്തിനും വിനോദത്തിനും ഉപകരിക്കും വിധമാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. പരമ്പരാഗത രീതിയിലുള്ള ചാണകം മെഴുകിയ ധ്യാന കേന്ദ്രം, ബാംബു പാർക്ക്, ഫ്രഷ് ഫ്രം ഫാം വിപണന കേന്ദ്രം എന്നിവയും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.